രൂത്ത് ഒന്നാം അധ്യായം. ബാരയ്ക്കുമോൻ ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് ഒരിക്കൽ ദേശത്തു ക്ഷാമമുണ്ടായി. യഹൂദയിലെ ബെത്ലഹേമിൽ നിന്നുള്ള ഒരു ആൾ തൻ്റെ ഭാര്യയും 2 പുത്രന്മാരുമായി മോവാബ് ദേശത്തു പരദേശിയായി പാർപ്പാൻ പോയി. അവനു എലീമേലെക്കിനു ഭാര്യയ്ക്കു നോവമി എന്നും 2 പുത്രന്മാർ മൊഹ്ലോൻ എന്നും കിലിയോൻ എന്നും പേർ. അവർ യഹൂദയിലെ ബെത്ലഹേമിൽ നിന്നുള്ള എഫ്രാത്യർ ആയിരുന്നു. അവർ മോവാബ് ദേശത്ത് ചെന്ന് അവിടെ താമസിച്ചു. എന്നാൽ നൊവാമിയുടെ ഭർത്താവായ എലിമേലെക്ക് മരിച്ചു. അവളും 2 പുത്രന്മാരും ശേഷിച്ചു. അവർ മോവാബ്യ സ്ത്രീകളെ വിവാഹം കഴിച്ചു. ഒരുത്തിക്കു ഓർപ്പ എന്നും മറ്റവൾക്കു രൂത്ത് എന്നും പേർ. അവർ ഏകദേശം 10 സംവത്സരം അവിടെ പാർത്തു. പിന്നെ മൊഹ്ലാനും കിലിയോനും ഇരുവരും മരിച്ചു. അങ്ങനെ 2 പുത്രന്മാരും ഭർത്താവും കഴിഞ്ഞിട്ടു ആ സ്ത്രീ മാത്രം ശേഷിച്ചു. യഹോവ തൻ്റെ ജനത്തെ സന്ദർശിച്ചു ആഹാരം കൊടുത്ത പ്രകാരം അവൾ മോവാബ് ദേശത്ത് വെച്ചു കേട്ടിട്ടു മോവാബ് ദേശം വിട്ടു മടങ്ങിപ്പോകുവാൻ തൻ്റെ മരുമക്കളോടുകൂടെ പുറപ്പെട്ടു. അങ്ങനെ അവൾ മരുമക്കൾക്കായി പാർത്തിരുന്ന സ്ഥലം വിട്ടു യഹൂദ ദേശത്തേക്ക് മടങ്ങിപ്പോകുവാൻ യാത്രയായി. എന്നാൽ നൊവാമി മരുമകൾ ഇരുവരോടും, നിങ്ങൾ താൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുവിൻ. മരിച്ചവരോടും എന്നോടും നിങ്ങൾ ചെയ്തതുപോലെ യഹോവ നിങ്ങളോടും ദയ ചെയ്യുമാറാകട്ടെ. നിങ്ങൾ താൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ വിശ്രാമം പ്രാപിക്കേണ്ടതിനു യഹോവ നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ എന്നു പറഞ്ഞു അവരെ ചുംബിച്ചു. അവർ ഉച്ചത്തിൽ കരഞ്ഞു. അവർ അവളോട്, ഞങ്ങളും നിന്നോടുകൂടെ നിന്റെ ജനത്തിൻ്റെ അടുക്കൽ പോരുന്നു എന്ന് പറഞ്ഞു. അതിനു നൊവാമി പറഞ്ഞത്, എൻ്റെ മക്കളെ, നിങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളുവിൻ. എന്തിനു എന്നോടുകൂടെ പോരുന്നു? നിങ്ങൾക്ക് ഭർത്താക്കന്മാരിരിപ്പാൻ ഇനി എൻ്റെ ഉദരത്തിൽ പുത്രന്മാരുണ്ടോ? എൻ്റെ മക്കളെ, മടങ്ങിപ്പോകുവിൻ. ഒരു പുരുഷൻ്റെ ഭാര്യയായിരിക്കാൻ എനിക്ക് പ്രായം കഴിഞ്ഞുപോയി. അല്ല, അങ്ങനെ ഒരു ആശ എനിക്ക് ഉണ്ടായിട്ടു ഈ രാത്രി തന്നെ ഒരു പുരുഷൻ്റെ ഭാര്യയായി പുത്രന്മാരെ പ്രസവിച്ചാലും അവർക്ക് പ്രായമാകുമ്പോഴും നിങ്ങൾ അവർക്കായിട്ട് കാത്തിരിക്കുമോ? നിങ്ങൾ ഭർത്താക്കന്മാരെ എടുക്കാതെ നിൽക്കുമോ? അത് വേണ്ട. എൻ്റെ മക്കളെ, യഹോവയുടെ കൈ എനിക്ക് വിരോധമായി പുറപ്പെട്ടിരിക്കയാൽ നിങ്ങളെ വിചാരിച്ചോ ഞാൻ അവരെ വ്യസനിക്കുന്നു. അവർ പിന്നെയും പൊട്ടിക്കരഞ്ഞു. ഓർപ്പ അമ്മായിയമ്മയെ ചുംബിച്ചു പിരിഞ്ഞു. രൂത്തോ അവളോട് പറ്റി നിന്നു. അപ്പോൾ അവൾ, നിന്റെ സഹോദരി തൻ്റെ ജനത്തിൻ്റെയും തൻ്റെ ദേവൻ്റെയും അടുക്കൽ മടങ്ങിപ്പോയല്ലോ. നീയും നിന്റെ സഹോദരി പിന്നാലെ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. അതിന് രൂത്ത്, നിന്നെ വിട്ടുപിരിയാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചു അടക്കപ്പെടും. മരിക്കാത്തതല്ല, ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. തന്നോട് കൂടെ പോരുവാൻ അവൾ ഉറച്ചിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവൾ അവളോട് സംസാരിക്കുന്നത് മതിയാക്കി. അങ്ങനെ അവർ 2 പേരും ബെത്ലഹേം വരെ നടന്നു. അവർ ബെത്ലഹേമിലെത്തിയപ്പോൾ പട്ടണം മുഴുവനും അവരുടെ നിമിത്തം ഇളകി. ഇവൾ നൊവാമിയോ? ഇന്നു സ്ത്രീജനം പറഞ്ഞു. ഇവൾ അവരോട് പറഞ്ഞു, നൊവാമി എന്നല്ല, മാറ എന്ന് തന്നെ വിളിപ്പിൻ. സർവശക്തൻ എന്നോട് ഏറ്റവും കയ്പുള്ളതു പ്രവർത്തിച്ചിരിക്കുന്നു. നിറഞ്ഞവളായി ഞാൻ പോയി ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു. യഹോവ എനിക്ക് വിരോധമായി സാക്ഷീകരിക്കുകയും സർവശക്തൻ എന്നെ ദുഃഖിപ്പിക്കുകയും ചെയ്തിരിക്കെ നിങ്ങൾ എന്നെ നൊവാമി എന്ന് വിളിക്കുന്നത് എന്തു? എന്നെ ഇങ്ങനെ നൊവാമി മോവാബ് ദേശത്തു നിന്നുകൂടെ പോന്ന മരുമകൾ രൂത്ത് എന്ന മോവാബ്യ സ്ത്രീയുമായി മടങ്ങി വന്നു. അവർ കൊയ്ത്തിന്റെ ആരംഭത്തിൽ ബെത്ലഹേമിലെത്തി. ദൈവമേ, നിനക്ക് യോഗ്യമാകുന്നു. ബാരയ്ക്കുമോ.